കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് സ്ഥലം MLAയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുണ്ടായതെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും ഉരുൾപൊട്ടലിലും നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുവരെയില്ലാത്ത പ്രകൃതി ദുരന്തമാണ് പ്രദേശത്തുണ്ടായത്. 119 വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം നശിച്ചു. 15 എണ്ണത്തിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞു. 4 വീടുകൾ തീരെ ഇല്ലാതായി. ഗ്രാമീണ റോഡുകൾ മുഴുവനും തകർച്ചയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് സ്ഥലം MLAയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാഥനില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥർ എത്താത്ത പ്രദേശങ്ങളുണ്ടെന്നും DYFI യൂത്ത് ബ്രിഗേഡാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും മീന്തുള്ളിപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട തിരുവനന്തപുരത്തെ രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാദരവ് നാടിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും ഇതിനിടയിൽ രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പിരിവ് നടത്തിയ കോൺഗ്രസ് നേതാവായ ചെറുപുഴ പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ LDF സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ 9ാം വാർഡായ ജോസ്ഗിരിയിലെ കർഷകരുടെ കടം എഴുതിത്തള്ളുകയും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നും ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ കർഷകർക്കും സ്ഥലത്തിന്റെ മാർക്കറ്റ് വില കണക്കാക്കി നൽകി സംരക്ഷിക്കണമെന്നും പ്രദേശത്തിന് നാശം വിതക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറി അടിയന്തരമായും നിർത്തലാക്കണമെന്നും റോഡുകൾ പുനരുദ്ധീകരിക്കണമെന്നും LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. TI മധുസൂദനൻ, C സത്യപാലൻ, V ബാലൻ, P ശശിധരൻ, KK ജോയ്, ജോയ്സ് പുത്തൻപുരയ്ക്കൽ, KM ഷാജി, P ജയൻ, OT സുജേഷ്, അത്തായി വിജയൻ, R ചന്ദ്രകാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.